എത്ര ഇഷ്ടങ്ങളാ മാറ്റി വെക്കുന്നത് ഓരോ ഉപ്പമാരും ഉമ്മമാരും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്. എവിടെയൊക്കെയോ എത്തണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരുപാട് ഉമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഹിന്ദി അധ്യാപികയാവണമെന്ന് ആഗ്രഹിച്ച ഒരു ഉമ്മ, നന്നായി പാട്ട് പാടുന്ന ഒരു ഉമ്മ. ആ ഉമ്മയ്ക്ക് 1, 2, 3, 4 കുഞ്ഞുങ്ങൾ ഉണ്ടായി. പക്ഷെ അവയൊക്കെ വയറ്റിനുള്ളിൽ അബോർഷനായി പോയി. 5ാമത്തെ ഒരു കുഞ്ഞുണ്ടായ സമയത്ത് പടച്ച തമ്പുരാൻ ഒരുപാട് പരീക്ഷണങ്ങളോട് കൂടി ആ കുഞ്ഞിനെ കൊടുത്തത്. ഒരു മിനിറ്റ് പോലും കുഞ്ഞിന്റെ അടുത്ത് നിന്ന് കണ്ണടക്കാൻ പറ്റാത്ത രീതിയിൽ കുഞ്ഞിനെ കെയർ ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ ഉമ്മയ്ക്ക് ഏത് വൈഭ കിട്ടുക? ഉമ്മ ഏത് എൻജോയ്മെന്റിനാ പോവാ? ഉമ്മയുടെ പാട്ടൊക്കെ ആ ഉമ്മയുടെ അകത്തളങ്ങളില് കുഞ്ഞിന്റെ കാതിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി. ഉമ്മയുടെ സ്വപ്നമായിരുന്നു. എന്റെ പ്രായത്തിലുള്ള ഒരുപാട് പേര് നന്നായി പഠിച്ച് അവരുടെ ഇഷ്ടപ്പെട്ട ജോലി നേടി സ്മാർട്ടായിട്ട് നല്ല വാഹനം വാങ്ങി, നല്ല പണം ശമ്പളം ഉണ്ട്, നല്ല വസ്ത്രം വാങ്ങി, പാവപ്പെട്ടവർക്കും വേണ്ടപ്പെട്ടവർക്കും ഒക്കെ കൊടുത്ത് നല്ല വീട് വെച്ച് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ കൊതിയാവൂലേ? ആ ഉമ്മയുടെ കുറ്റം കൊണ്ടാ? ഉമ്മയുടെ കുറ്റം കൊണ്ടാ റബ്ബ് അങ്ങനെ കൊടുത്തത്? ഒരിക്കലും അല്ല. ഉമ്മ ചെയ്ത തെറ്റുകൊണ്ടോ? അല്ല. അത് പഠിച്ചതിന്റെ പരീക്ഷണമാണ്. ഇങ്ങനെ നമ്മുടെയൊക്കെ വീടകങ്ങളിലുള്ള നമ്മുടെ മാതാപിതാക്കള് എത്ര ഇഷ്ടങ്ങളാ പലപ്പോഴും മാറ്റിവെക്കുക. അവരുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് നമുക്ക് വേണ്ടി അവർ ജീവിച്ച് ത്യജിച്ച് സഹിച്ച് വെയിൽ കൊണ്ട് തണുപ്പ് വേണ്ടിയെടുത്ത് തണുപ്പും ചൂട് വേണ്ടിയെടുത്ത് ചൂടും തന്ന് സ്നേഹം തന്ന് സന്തോഷം തന്ന് ആ വെയിൽ മുഴുവൻ അനുഭവിച്ച് അവസാനം അവരൊരു കരയിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഫസ്റ്റ് പറഞ്ഞതുപോലെ സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്, സാമീപ്യം കൊടുക്കണം, സഹവാസം കൊടുക്കണം ഒക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു യാന്ത്രികമായ അവസ്ഥയിലേക്ക് നമ്മളെ മൈൻഡ് പോയിക്കൊണ്ടിരിക്കുക.